കൃഷ്ണനാമത്തിന്റെ ശക്തി. ശ്രദ്ധയില്ലാതെ പറഞ്ഞാലും കൃഷ്ണനാമത്തിന് ശക്തിയുണ്ട്. വിഷ്ണുധർമ്മത്തിൽ ശതാനികർ ശൗനകനോടൊരു കഥ പറയുന്നു. മുദ്ഗലർ എന്നൊരു മുനിവര്യനുണ്ടായിരുന്നു. മുനിവര്യനെങ്കിലും അദ്ദേഹം ഒരു മുനിയായി അല്ല ജീവിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം യമകിങ്കരന്മാർ അദ്ദേഹത്തെ യമരാജന്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു. അദ്ദേഹത്തെ കണ്ടയുടൻ യമരാജൻ പറഞ്ഞു, കൃഷ്ണനാമം ഒരിക്കൽ പോലും ചൊല്ലിയവരെ ഞാൻ പൂജിക്കും. പക്ഷേ മുദ്ഗലർ തന്റെ ജീവിതത്തിൽ കൃഷ്ണനെ ഭജിച്ചിരുന്നില്ല. അത് കേട്ട് മുദ്ഗലർ അമ്പരന്ന് നിൽക്കുമ്പോൾ യമരാജൻ പറഞ്ഞു, അങ്ങയുടെ ജീവിതത്തിൽ ഒരിക്കൽ എള്ള് ദാനം ചെയ്യുമ്പോൾ അറിയാതെ കൃഷ്ണായ കൃഷ്ണാർപ്പണം എന്ന് അങ്ങ് ഉച്ചരിച്ചിരുന്നു. അങ്ങ് കൃഷ്ണനെ ധ്യാനിച്ചോ ഇല്ലയോ എന്നത് കാര്യമല്ല. കൃഷ്ണനാമം ഒരിക്കൽ മാത്രം പറയുന്നത് പോലും അനന്ത പുണ്യം നൽകും. ശ്രദ്ധയില്ലാതെ ലക്ഷ്യമില്ലാതെ പറഞ്ഞാലും കൃഷ്ണനാമത്തിന് അതിശയകരമായ ശക്തിയുണ്ട്. അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം യമരാജൻ പറഞ്ഞ കൃഷ്ണ എന്ന ഒരൊറ്റ നാമം എത്തിച്ചേർന്ന യമലോകത്തിലെ നരകങ്ങളിൽ വരെ സ്പർശിച്ചു. അവിടെ ദുരിതങ്ങളില്ലാതാക്കി നരകഭൂമി സ്വർഗഭൂമിയായി മാറി. ഹരേ കൃഷ്ണ ഗോവിന്ദ മാധവ മധുസൂദന.